ഇവിടെ ഒരു അപകടം പിടിച്ച കുഴിയിൽ ഇറങ്ങി ജോലി ചെയ്യാൻ കോൺട്രാക്ടർ ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അതിലിറങ്ങാൻ ആരും റെഡിയല്ല. കാരണം കുറച്ചു നേരത്തിന് മുമ്പാണ് അതിലിറങ്ങിയ ഒരുത്തനെ ജീവനില്ലാതെ എടുത്തോണ്ട് പോകുന്നത് കണ്ടത്. എന്നാൽ ഒരേ ഒരുത്തൻ മാത്രം മുമ്പിലേക്ക് വന്ന് ധൈര്യമായി ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം ഈ ക്യാഷ് കിട്ടിയിട്ട് വേണം ആ മകന്റെ സ്കൂൾ ഫീസ് അടക്കാൻ. ആക്ച്വലി അത് അയാളുടെ മകൻ പോലുമല്ല. ഒരു ദിവസം ഇവൻ റോഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ ഇയാളുടെ അടുത്ത് ഒരു കുട്ടിയെ വെച്ചിട്ട് പോയി. ആ കുട്ടിയെ എടുത്താണ് അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പയ്യന് പോലും അറിയില്ല. സ്വന്തം മകനല്ലെങ്കിലും പഠിക്കുന്ന സ്കൂളെങ്കിലും നല്ലതാവണം എന്ന് പറഞ്ഞ് ക്യാഷ് ഇല്ലെങ്കിലും പണക്കാരുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ചാൻസ് വിട്ടാൽ സ്കൂൾ ഫീസ് അടക്കാൻ ചാൻസ് കിട്ടില്ലെന്ന് മനസ്സിലായി. എന്നാൽ ആ കോൺട്രാക്ടർ ഇവൻ തീരെ വലുപ്പമില്ലാത്തത് കൊണ്ട് സമ്മതിക്കുന്നില്ല. അപ്പോഴും വിടാതെ പോരാടി എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു. ഇപ്പൊ ഇയാൾ അതിൽ ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. അകത്ത് ഇറങ്ങിയ കുറച്ചു നേരത്തിൽ തന്നെ ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് പേടിച്ചു പോയി മുകളിലേക്ക് വലിച്ചു. പുറത്തു വന്ന് നോക്കിയാൽ ഇവന്റെ ഓക്സിജൻ ട്യൂബിന്റെ മേലെ അറിയാതെ ഒരുത്തൻ കാല് വെച്ച് നിൽക്കുന്നുണ്ട്. അതറിഞ്ഞതും ദേഷ്യപ്പെട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇറങ്ങി. ഇപ്രാവശ്യം ഇറങ്ങിയാൽ കുറെ നേരമായിട്ടും പുറത്തു വന്നില്ല. അവന്റെ മേലെ കെട്ടിയിരുന്ന കയറ് ഫുള്ള് കയ്യാറായി. അപ്പോഴാണ് അയാൾ ആ കുഴിയുടെ ഏറ്റവും അറ്റത്തെത്തിയെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി. അയാൾ പുറത്തു വരുമ്പോൾ ജോലി കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ കൈ മുകളിലേക്ക് പൊക്കി കാണിക്കുന്നുണ്ട്. മാസ്ക് അയച്ചു നോക്കിയാൽ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ആ അവസ്ഥയിൽ പോലും ക്യാഷ് തരാൻ പറഞ്ഞ് കൈ നീട്ടി. അവസാനം അയാൾ വിചാരിച്ച പോലെ തന്നെ സ്കൂൾ ഫീസ് അടക്കാനുള്ള ക്യാഷ് കിട്ടി. അതെടുത്ത് ആ പയ്യന്റെ സ്കൂളിലേക്ക് പോയാൽ അകത്ത് ബാക്കി പിള്ളേരുടെ പാരന്റ്സ് ഭയങ്കര പണക്കാരാണ്. ഇയാളെ കണ്ടതോ ആ പയ്യൻ, നിങ്ങൾ എന്തിനാണ് എപ്പോൾ എന്റെ സ്കൂളിലേക്ക് വരുന്നത്? എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ അപമാനപ്പെടുകയാണെന്ന് പറഞ്ഞ് പുറത്തു പോകാൻ പറഞ്ഞു. അവനങ്ങോട്ട് ഇല്ലാതായി.